നെതന്യാഹു ഒരു ടോക്ക് ഷോയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെയാണ് അടുത്ത നിങ്ങളുടെ ആരെയായിരിക്കും? അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, മതഭരണകൂടമുള്ള ആണവായുധം കയ്യിലുള്ള രാജ്യം ഇസ്രായേലിന് ഭീഷണിയാണ്. അത്തരത്തിലൊരു രാജ്യം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നിരീക്ഷണത്തിലാക്കും, നമ്മൾ ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കും. എന്നിട്ട് പറയുന്നു അതൊരു പക്ഷേ പാകിസ്ഥാൻ ആയിരിക്കാം. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പുറത്തെ ഇന്ത്യയുടെ ശത്രു കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. ഇവിടെ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു നിലപാട് എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയെ എടുത്തു വളർത്തിയ കുട്ടിയായിരുന്നിട്ട് പോലും ഇസ്രായേൽ അമേരിക്ക പറയുന്നത് അനുസരിക്കാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. അതിനിടയിൽ ഒരു സംസാരം കേൾക്കുന്നു, ഇന്ത്യയും ഇസ്രായേലും പാകിസ്ഥാനെതിരെ ഒന്നിക്കുന്നു എന്നുള്ളത്. അത് ശരിയായ ഒരു നീക്കമായിരിക്കുമോ? സത്യമാണോ ആ വാർത്ത? ഇപ്പോൾ ആ ഒരു പറച്ചിലിന് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളാണ്. കാരണം ഇപ്പോൾ ഒരു പുതിയ കരാർ ഈ ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷം മുസ്ലിം രാജ്യങ്ങളുടെ, അതായത് GCC രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വന്നിട്ടുണ്ട്. കൂട്ടായ്മയ്ക്ക് ശേഷം തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല, ആലോചനകൾ വന്നിട്ടുണ്ട്. തീരുമാനമെടുക്കാൻ നിസ്സാരമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഈ നാറ്റോയുടെ കൂട്ടൊരു GCC നാറ്റോ എന്ന് പറയുമ്പോൾ അതിന് ആദ്യമേ അതിൻ്റെ നേതാവിനെ തീരുമാനിക്കണം, പല കാര്യങ്ങൾ തീരുമാനിക്കണം. എല്ലാവരും പേരിട്ടു ഇസ്ലാമിക് നാറ്റോ. അപ്പോൾ പല കാര്യങ്ങൾ തീരുമാനിക്കണം. അപ്പം അതിനകത്ത് അതിനുശേഷം വന്ന ഒരു കരാർ, ഒരുപക്ഷെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പല രാജ്യങ്ങൾ തമ്മിൽ ആഭ്യന്തര കരാറുണ്ട്. നമ്മളും ഫ്രാൻസും തമ്മിലുണ്ട്, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സൈന്യം അവിടെ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് നേരത്തെ നമ്മൾ സൗഹൃദമായിട്ട് നിന്നപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ മുമ്പ്. അപ്പം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രണ്ട് സൗഹൃദ രാജ്യങ്ങൾ തമ്മിൽ അത്തരത്തിൽ സൈനികമായിട്ടുള്ള കരാറുകളൊക്കെ ഒപ്പിടാറുണ്ട്. പക്ഷേ ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഒരു തയ്യാറെടുപ്പ്, അത് സൗദിയുമായിട്ട് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു. പാകിസ്ഥാൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ GCC രാജ്യങ്ങൾക്ക് ആകെ ആണവായതുള്ള രാജ്യം പാകിസ്ഥാനാണ്. മനസ്സിലാവുന്നത്? പാകിസ്ഥാൻ അപ്പം സൗദിയുമായിട്ട് ഇപ്പം കരാറെന്ന് പറഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടി രണ്ട് രാജ്യത്തെയും ഏതെങ്കിലും ഒരു ശത്രു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ പരസ്പരം ഇടപെടേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇടപെടുന്ന ഒരവസ്ഥ, അതിലേക്ക്. അപ്പം ഇത് ഏത് കാരണം കൊണ്ടാണ് സംഭവിച്ചതെന്ന് ആലോചിക്കണം. ഇപ്പം സംഭവിക്കാൻ ഇതുവരെ ഇവരുടെ മനസ്സിലൊക്കെ ഇത്ര തീരുമാനങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പം ഖത്തറിനെ ആക്രമിച്ചപ്പോഴാണല്ലോ ഈ തീരുമാനം, അല്ലെങ്കിൽ അതിനു മുമ്പായിരുന്നല്ലോ അതിനൊരു ആലോചന, അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ പറയുന്ന GCC രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അത് തളർന്നു കിടക്കുകയായിരുന്നു. അപ്പം അതിനെ പുനർജീവിപ്പിക്കണമെന്നും ഒക്കെ തീരുമാനിച്ചിട്ട് ആ തീരുമാനം എടുക്കാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് വളരെ ഗൗരവത്തിൽ നടന്നപ്പോൾ, അത് ഖത്തറിൽ വെച്ചാവുമ്പോൾ അതിന് ശേഷമുള്ള തീരുമാനം ഇവിടുന്നാണ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പ്രസക്തിയുണ്ട്. പ്രജിത പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നേരത്തെ വളരെ കാലം മുമ്പേ വളരെ പഴക്കത്തിൽ ഈ പറയുന്ന പാകിസ്ഥാനെ ഇസ്രായേൽ നോട്ടം വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ ഈ മത രാഷ്ട്ര സ്വഭാവമുള്ള ഒരു രാജ്യം, അതായത് പ്രത്യേകിച്ചും ഈ ഇറാൻ്റെ കൂട്ട്, അതായത് മുസ്ലിം മത ജനാധിപത്യം ഒന്നും ഇല്ലാത്ത, പാകിസ്ഥാനി പേരിനേ ഉള്ളൂ ജനാധിപത്യം. ഇപ്പോൾ അവരല്ലല്ലോ അവിടെ ഈ പറയുന്ന ഭീകരന്മാരെ മതമേലധ്യക്ഷന്മാരെന്നുള്ള ആ രീതി കണക്കാക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾക്കും അവർ നിയന്ത്രിക്കുന്ന പട്ടാളവും ഭരണകൂടവും ഒക്കെയാണ് അവിടുത്തെ ഒരു കാര്യം. കാരണം അവർക്കാണ് അവിടെ സ്വാധീനം. ഈ പറയുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഉള്ളതിനേക്കാളിലൊക്കെ ജനസ്വാധീനവും ഒക്കെ ഉള്ള അവരാണ്. അപ്പോൾ അവരുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ, മതത്തിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു രാജ്യം, അത് മുസ്ലിം മതത്തിൻ്റെ നിയന്ത്രണത്തിനകത്ത് ആദ്യം പരിശോധിക്കുമ്പോൾ പറയുന്നത് ജൂതനാണ് നമ്മുടെ ആദ്യത്തെ ശത്രു എന്ന്. ജൂതൻ ആദ്യത്തെ ശത്രു എന്ന് പറയുമ്പോൾ ആരെയാണ് അവനെ ആക്രമിക്കേണ്ടത്? മാത്രമല്ല അവൻ്റെ വേറെ തത്വം എന്തോ, ഇവിടെ അല്ല നമ്മുടെ ജീവിതം, ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമുക്ക് വലിയ വലുപ്പത്തിൽ ഇവിടെ ഈ പറയുന്ന ഇവിടെ നബിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗ്ഗതുല്യം, സ്വർഗ്ഗം ഇവിടെ അല്ല, അവിടെയാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ജീവിക്കണം. ഇതുപോലെ മതത്തിൻ്റെ താല്പര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റായ രീതിയിൽ മതപഠനം നടത്തുന്ന ആൾക്കാരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? അവർ ദൈവത്തിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ അവർ പറയുന്ന ഈ നബിയുടെ അല്ലെങ്കിൽ പറയുന്ന പ്രവാചകന്റെ താല്പര്യം എന്താ? ബാക്കിയുള്ളവനെ കൊല്ലുക, ബാക്കിയുള്ള ഹറാമാണ്, അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ. അവരെ കൊല്ലുക, കാഫറുകളെ കൊല്ലുക. അപ്പോൾ ആദ്യത്തെ കാഫർ ജൂതനാ. അപ്പോൾ അത് ഈ നെതന്യാഹുവിനറിയാം. കാരണം നെതന്യാഹുവിൻ്റെ ആ വംശത്തിന് സംഭവിച്ചിരിക്കുന്ന കാലം കുഴപ്പമെന്ന് പറഞ്ഞാൽ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അവർക്കറിയാം. പിന്നെ അവരുടെ കൂട്ടായ്മ പല ചിതറിച്ചു പോയ നിന്നിടത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വന്നില്ലേ. അന്ന് തൊട്ട് ആ ചെറിയ രാജ്യം, പൈസ കൊടുത്ത് മേടിച്ചെടുത്ത രാജ്യം, അതിനെ രാജ്യമാക്കുന്നതിന് ഇപ്പോഴും പല രാജ്യങ്ങളും രാജ്യാന്തര തലത്തിൽ അംഗീകരിച്ചിട്ടില്ല രാജ്യത്തെ ആക്കുന്നത്. അന്ന് അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ എന്നും യുദ്ധം ചെയ്യുമല്ലേ. ഇപ്പം ഈ പുതിയ കൂട്ടായ്മ ആണവായുധം വരിക,
നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വെല്ലുവിളിച്ചു കഴിഞ്ഞ ദിവസം നിൻ്റെ ആണവായുധം എടുത്തുകൊണ്ട് പോവാ, ഞങ്ങൾക്ക് ആണവായുധ ഭീഷണിയൊന്നും പ്രശ്നമല്ല. നമുക്കത് പറയാം. ഒരു പക്ഷേ ഇവനങ്ങ് എടുത്ത് നമ്മുടെ തലയിലിട്ടാൽ 140 കോടി ജനമുണ്ട്, എന്തും വേണ്ടി വലിപ്പമുണ്ട്. അതിനകത്ത് വീണാൽ നമ്മുടെ ഒരു 50 കോടി കാരണം പിന്നെ 50 കോടി അവിടെ കിടക്കുക. അതില് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാന്റെ ആണവായുധം പാകിസ്ഥാൻ വളരെ അഹങ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ സർ. ഈ പാകിസ്ഥാന്റെ മണ്ണിൽ US-ൻ്റെതാണ് ഈ സംഭവം. അപ്പൊ US-ന്റെ അനുവാദം ഇല്ലാതെ സത്യത്തിൽ പാകിസ്ഥാൻ ഇത് പ്രയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പൊ സാറ് പറഞ്ഞൊരു വിഷയം പറയുമ്പോൾ ഇസ്രായേൽ ഇപ്പൊ അനുസരിക്കുന്നില്ലല്ലോ അമേരിക്കയെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഇവരെ പ്രയോഗിക്കാനുള്ള സാധ്യതകളും. ഞാനതാ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആണവായുധം പ്രയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ വെല്ലുവിളിച്ചു. ആണവായുധം പ്രയോഗിക്കുന്നതിന് മുമ്പേ അവൻ്റെ അടുത്ത് നമ്മൾ അടിക്കും, എന്നാലും വീണാലും. പക്ഷെ ഇസ്രായേലിനെ പറ്റി അറിയാം, നമ്മുടെ കേരളത്തിൻ്റെ അത്രയും ജില്ലയുടെ അത്രയും പോലും ഇല്ല. ഏതാണ്ട് 60 ജൂതന്മാരേ ഉള്ളൂ. ഒരു ആണവായുധം വീണാൽ പിന്നെ രാജ്യമില്ല. ആ രാജ്യം തീർന്നാൽ ആ ജൂതം എന്ന് പറയുന്ന സമൂഹം മൊത്തം പണ്ടേ തീർക്കാൻ നിന്നിരുന്ന റീബിൽഡ് ചെയ്തുകൊണ്ട് ഈ സമൂഹമേ തീരും. ആ രാജ്യത്തിന് വേണ്ടി കരയാൻ ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെ കാണത്തില്ല. ഇപ്പോഴത്തെ ഈ ഒരു വ്യവസ്ഥയിൽ ഈ ഇന്ത്യയും ഒരു പക്ഷേ നമ്മുടെ ഇസ്രായേലും തമ്മിൽ വളരെ വലിയ സൗഹൃദമാണ്. ഇത് ദൃഢപ്പെടാൻ കാരണം ഈ ഒരു ഐക്യം നാളെ കാലത്തെ ഒരു ത്രട്ടായിട്ട് വന്നാൽ, പ്രശ്നമായിട്ട് വന്നാൽ, നമുക്ക് ആദ്യത്തെ രാജ്യം ഇസ്രായേലോ ആദ്യത്തെ രാജ്യം ഇന്ത്യയോ എന്നുള്ള രീതിയിലേക്ക് വരും. പാകിസ്ഥാൻ അടിക്കുന്ന ഇസ്രായേലിനെ അടിക്കാൻ സാധ്യതയുണ്ട്, ഇന്ത്യ അടിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നത് ഇതിനാണല്ലോ ഇപ്പോൾ ഒരു കൂട്ടായ്മ. അല്ലെങ്കിൽ നാളെ കാലത്തെ സൗദിയെ കയറി ഏതെങ്കിലും രാജ്യം, സൗദിയെ ഇപ്പോൾ ഏതെങ്കിലും രാജ്യം ആക്രമിക്കാൻ സാധ്യതയുള്ള ഏതാ? അമേരിക്കയുടെ സാമന്ത രാജ്യമായിട്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യോമത്താവളം ഉള്ള രാജ്യം. അപ്പോൾ അമേരിക്ക സംരക്ഷിക്കുമല്ലോ. പിന്നെ ഹൂത്തികൾ അടിക്കുന്നത്. ഈ ഹൂത്തികൾ അടിക്കുമ്പോൾ ആരാ സഹായിക്കാൻ നിൽക്കുന്നത്? ഇസ്രായേലൊക്കെ സഹായിക്കുന്നത്. ഹൂത്തിയൊക്കെ അടിക്കുന്ന ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രോക്സികളുടെ ആക്രമണം ഒരു പരിധിക്കപ്പുറം ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്കകത്തും 2 വിഭാഗം ഉണ്ടല്ലോ. ഒന്ന് സുന്നി ഷിയ. ഈ ഹൂത്തിയൊക്കെ ഷിയയാ. ആരാ? ഇറാന്റെ പ്രോക്സിയ. ഇസ്രായേൽ ഇല്ലെങ്കിൽ അടുത്ത ശത്രു ആരാ? ഇവരൊക്കെ തന്നെ. അപ്പോൾ ഇവരുടെ സാന്നിധ്യം ഉണ്ട് വേണ്ട. അപ്പോൾ ഇപ്പോൾ ഇത് വന്നതെന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ പറഞ്ഞ ആദ്യത്തെ പ്രചിത വാക്യമാണ് ശരി. ഇവരെ എന്നും ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ 48 67 അടിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം മനസ്സിൽ ഈ പറയുമ്പം ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നത് പാകിസ്ഥാൻ പ്രത്യക്ഷത്തിൽ പറയുന്നു, തുർക്കി പ്രത്യക്ഷത്തിൽ പറയുന്നു, ഇറാൻ പ്രത്യക്ഷത്തിൽ പറയുന്നു ഇവൻ സാത്താനാണ്, ഇവനെ കാച്ചണം. മറ്റവരുടെ മനസ്സിൽ ഇതൊക്കെ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടേ അവർക്ക് നിൽക്കാനൊക്കൂ. നമ്മൾക്ക് ആലോചിച്ചിരിക്കാൻ സമയം കിട്ടും, അല്ലെങ്കിൽ വരട്ടെ നോക്കാം. പക്ഷെ ഇസ്രായേലിന് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിപ്പത്തിലും അത്തരത്തിൽ ചെറുപ്പത്തിലും അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ ഒരു നിമിഷം പോലും റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനും പറ്റുന്ന രാജ്യമല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ ആയുധം താത്തു വെച്ച സമാധാനമുണ്ട്, ഞങ്ങൾക്ക് ആയുധം താത്തു വെച്ചാൽ അന്ന് ഞങ്ങളുടെ രാജ്യമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന സഖ്യം അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളുന്ന പ്രജിത പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന ആയുധം ഇവൻ്റെതാണ്, അമേരിക്കയുടേതാണ്. ഇത് എടുത്തു പറിച്ച് പ്രയോഗിക്കുമെന്നും അല്ലെങ്കിൽ ഇത് ഇഷ്ടമുള്ള പോലെ ഞങ്ങളുടെ ആണവായുധം കൊണ്ട് സൗദിയെ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറയാനുള്ള തൻ്റെ ഇടം ഇപ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന അമേരിക്കയുടെ ആവശ്യമില്ലാത്ത സപ്പോർട്ട്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ സപ്പോർട്ട്, മുനീറുമായിട്ടുള്ള ബന്ധം, അയാളുടെ രാജ്യത്തിനപ്പുറം വീട്ടിലെ മകനെയും മകളെയും ക്രിപ്റ്റോ കറൻസി വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബന്ധം. ഈ മുനീറെ പോലുള്ള ഒരു ഭരണാധികാരി വന്നാൽ, അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഭരണാധികാരി വന്നാൽ കോട്ടിട്ട തീവ്രവാദി എന്ന് അയാളെ പറയേണ്ടത്. മനസ്സിലായി? അയാൾ വന്ന് ആദ്യം തീരുമാനിക്കുന്നത് എന്തോന്നു? ഇസ്രായേലിനെ അടിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ അടിക്കണം. ഈ തീരുമാനം കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുതിയൊരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം പാകിസ്ഥാനെതിരെ എടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരു പരിധിവരെ ശരിയാവാനാണ് സാധ്യത. പഴയ രീതിയിലേക്ക് മറ്റ് G7 രാജ്യങ്ങളുടെയും നാറ്റോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ മേൽക്കോയ്മ, അല്ലെങ്കിൽ ആ മേൽക്കോയ്മ അമേരിക്കയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ തയ്യാറാവാത്തതുപോലെ ഇസ്രായേലും അങ്ങനെ അങ്ങോട്ട് പഴയതുപോലെ അംഗീകരിച്ചു കൊടുത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല കാര്യത്തിനകത്തും. പിന്നെ ഇസ്രായേലിനല്ല അമേരിക്കയെ വേണ്ടത്, അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ വേണ്ടത്. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അവരുടെ ടെക്നോളജി, അവൻ്റെ പണം, അവൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി അതിൻ്റെ കെയർ ഓഫിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക. അതുകൊണ്ടാണ് അമേരിക്ക ഫണ്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്. നാളെ കാലത്ത് ഇതൊക്കെ കൊടുക്കണ്ടാൻ തീരുമാനിച്ചാലും പിന്തിരിയാൻ തീരുമാനിച്ചാലും നമ്മൾ അറിയുന്നത് പോലെ അല്ല പിന്നെ അമേരിക്കയുടെ അവസ്ഥ. അമേരിക്ക തീർന്നു പോകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക പഴയതുപോലെ അല്ലല്ലോ. അമേരിക്ക പുറകോട്ടാണ് നടക്കുന്നത്. മുമ്പോട്ട് മാക്സിമത്തിൽ പുറകോട്ട് നടക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ പോക്കും നമ്മൾ പണ്ട് റഷ്യയെ കൊണ്ടുവന്ന് ചില ഭരണാധികാരികളാണ് ചില സാമ്രാജ്യങ്ങൾ തകർക്കുന്നത്. ഇപ്പോഴത്തെ ട്രംപിൻ്റെ പോക്കനുസരിച്ച് ഇല്ല, യാദവകുലം മുടിഞ്ഞില്ലേ നമ്മുടെ കൃഷ്ണൻ്റെ ആ ഒരവസ്ഥയിലേക്ക് മുടിച്ചേ അടങ്ങുമെന്നുള്ള രീതിയിലേക്കാണ്. അതുകൊണ്ട്
ഈ അമേരിക്കയെ നമ്പണ്ട എന്നൊരു പക്ഷേ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ടാകും. ഇന്ത്യ അതിനു മുമ്പേ തീരുമാനിച്ചു. അപ്പം ഈ കൂടി അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ തീരുമാനത്തിനകത്തും ഒരേ സമാനതകൾ വരുന്നു. ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു നമ്പണ്ട, അല്ലെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് മതി. അത് പക്ഷേ ഇസ്രായേലും അതേ തീരുമാനത്തിലേക്ക് പല കാര്യങ്ങളും ഇറാൻ്റെ തീരുമാനത്തിൽ വരുന്നു. ഒരുപക്ഷെ ഖത്തറിനെ അനുസരിച്ച് അടിച്ചതിനകത്ത് നിന്ന് ട്രംപ് അറിഞ്ഞിട്ടാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അറിഞ്ഞിട്ടല്ലേലും എന്ത് ചെയ്യും? നാളെ കാലത്തെ ചില തീരുമാനങ്ങൾ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത്തരത്തിലേക്കാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.